ചെറിയ വായില് വലിയ വർത്താനം. ഇതൊക്കെ നീ എവിടുന്ന് പഠിച്ചു? ലവിന്റെ സിമ്പൽ എന്ന് പറഞ്ഞ തെറ്റാ? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഇതേ ഏട്ടന്റെ ഏട്ടത്തിയമ്മയുടെ സ്നേഹം ഇനിയും കൂട്ടാൻ വേണ്ടിട്ടാ. അവര് ലവ് ചെയ്യട്ടെ. നിങ്ങൾ അച്ഛനും മോനും കൂടി സംസാരിക്കുന്നതല്ല ഞാൻ കേട്ടു. അച്ഛൻ ഇരിക്കപ്പെണ്ണം വെക്കണം. നിനക്ക് ഗിരിയെ കൊല്ലണം. ഇരിക്കപ്പെണ്ണം വെച്ചാലും കൊന്നാലും നിങ്ങൾക്ക് സമാധാനം കിട്ടുമോ? പോയ അഭിമാനം തിരികെ വരുമോ? ഒരിക്കലും ഇല്ല. നാട്ടുകാർക്ക് പറഞ്ഞു രസിക്കാൻ പുതിയ കഥകൾ കൂടി കിട്ടും. അത്രേ ഉള്ളൂ. കൂടുതൽ ഉപദേശിക്കാൻ നിൽക്കരുത്. അമ്മയ്ക്ക് കൂറ് അവനോടും അവളോടാണെന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് എനിക്ക് വ്യക്തമായതാണ്. അച്ഛൻ പറഞ്ഞത് ശരിയാ. അമ്മ തന്നെയാ അവനും അവൾക്കും വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത്. ഞാൻ ആർക്കും ഒരു ഒത്താശയും ചെയ്തു കൊടുത്തിട്ടില്ല. അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് നിങ്ങളെ പോലെ തന്നെയാ ഞാനും അറിഞ്ഞ്. അത് കള്ളം. എന്റെ അമ്മയ്ക്ക് എല്ലാം അറിയായിരുന്നു. അതുകൊണ്ടാണ് ഗിരി തന്നെ പാറുവിനെ വിവാഹം കഴിക്കട്ടെ എന്ന് മണ്ഡപത്തിൽ വെച്ച് എന്റെ അമ്മ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. അവർ തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് ആദ്യ തീരുമാനം എടുത്തത് അത് അമ്മയായിരുന്നു. ശരിയാണ്. ഞാൻ തന്നെ ആ തീരുമാനം ആദ്യമായിട്ട് പറഞ്ഞത്. അത് അവരുടെ പ്രേമത്തെക്കുറിച്ച് മുന്നറിവുണ്ടായതുകൊണ്ട് മാത്രം പറഞ്ഞതല്ല. പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ തമ്മിൽ പിരിക്കരുതെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും ഒന്നായെന്ന് കരുതി അധിക നാള് അവരൊരുമിച്ച് കഴിയുമെന്ന് അമ്മ വിചാരിക്കണ്ട. എടാ, അവരവരുടെ വഴിക്ക് ജീവിച്ചു പോയിക്കോട്ടെ. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നിങ്ങൾ അച്ഛനും മോനും അവരുടെ ഗുണത്തിനും പോണ്ട, ദോഷത്തിനും പോണ്ട. അവരോട് ക്ഷമിക്കേ. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചപേക്ഷിക്കുക. ഇനിയെങ്കിലും അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാവട്ടെ. എന്താടി പറഞ്ഞത്? അവരോട് ക്ഷമിക്കാനാ? അതിന് പത്മനാഭം മരിച്ചു മണ്ണടിയണം. ആളെ ഇരിക്കപ്പിണ്ടം വെക്കുന്നതോടെ നിന്റെ മോളുമായിട്ടുള്ള ബന്ധം തീരുമെങ്കിലും അവനോടും അവളോടുമുള്ള പക അത് മരിച്ചാലും തീരില്ല. ഈ ജന്മം തീരില്ല. അവനും അവളും അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. നീ കാത്തിരുന്ന് കണ്ടോ. നിനക്കെന്താ ഇവിടെ കാര്യം? നിന്നോട് ഇവിടെ വരണ്ടാന്ന് പലതവണ പറഞ്ഞിട്ടില്ലേ? കൊടുക്കട വിശ്വ, രണ്ട് തല്ല് വെച്ച് കൊടുക്ക്. അമ്മ, ഇവൻ ഉച്ചയ്ക്ക് കിട്ടിയൊന്നും പോരേടി. മര്യാദക്ക് ഇവനെ വിളിച്ചോണ്ട് പൊയ്ക്കോ. പോവാൻ. അല്ലേ, ഇവനെ വിളിച്ചോണ്ട് പോ അങ്ങോട്ട്. മോനെ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്നോട് മുറിയിലിരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. വാ. അയ്യോ ഇന്ദ്ര, ഇന്ദ്ര, എടാ മോനെ, എടാ ഇന്ദ്ര, ഇന്ദ്ര, എടാ ഇന്ദ്ര, വാതിൽ തുറക്ക്. വേണ്ട, എനിക്ക് ആരെയും കാണണ്ട. എടാ പോയിക്കോളാം എല്ലാരും. ഇന്ദ്ര, എല്ലാരും പോയിക്കോളാം. എല്ലാരും. രത്നേച്ചി, റാണിയേച്ചി, ആ മുല്ലപ്പൂ ഒന്ന് എടുത്തോണ്ടെന്നേ.
ഇതേ തികയൂല. ഹായ്, കൊള്ളാമോ? ഇത് കൊള്ളാലോ. ഉം. റാണി, രത്നേച്ചി ഇങ്ങോട്ട് വന്നേ. ആഹാ, ദേ സൂപ്പർ ആയിട്ടുണ്ട്. ലുക്ക്. ഇതെന്താന്നറിയോ? ഹാർട്ട്. വേറെ ഹാർട്ടല്ല, പിന്നെ ലവിന്റെ സിമ്പല. കേട്ടോ കേട്ടോ, അവളുടെ പറച്ചില് കേട്ടോ. ചെറിയ വായില് വലിയ വർത്താനം. ഇതൊക്കെ നീ എവിടുന്ന് പഠിച്ചു? ലവിന്റെ സിമ്പൽ എന്ന് പറഞ്ഞ തെറ്റാ? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഇതേ ഏട്ടന്റെ ഏട്ടത്തിയമ്മയുടെ സ്നേഹം ഇനിയും കൂട്ടാൻ വേണ്ടിട്ടാ. അവര് ലവ് ചെയ്യട്ടെ. നീ ആള് കേമിയാണല്ലോ. പിന്നെ കുഞ്ഞിയെ കുറിച്ച് എന്താ കരുതിയേ? ഓ, എനിക്കെല്ലാം അറിയാം. നിനക്ക് എന്തറിയാന്ന്? അതൊക്കെ അറിയാം. വെറുതെ ഒന്നല്ല നമ്മൾ ഈ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നത്. പിന്നെ അത് ഇന്നിവിടെ ചില ചടങ്ങുകളൊക്കെ നടക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാ. ചടങ്ങുകളോ? ആ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. നോക്കിക്കോണേ. കുറച്ചു കഴിയുമ്പോ ഏട്ടത്തേമ്മ ഒരു ഗ്ലാസ് പാലുമായിട്ട് ഇവിടേക്ക് വരും. എന്നിട്ട് ഏട്ടന് കൊടുക്കും. ഏട്ടനത് വാങ്ങും. എന്നിട്ട് ഏട്ടനത് വാങ്ങി കുടിച്ചിട്ട് പാതി ഏട്ടത്തിക്ക് കൊടുക്കും. ഏട്ടത്തി ആ പാതി കുടിക്കും. എന്നിട്ട് ഗ്ലാസ് ഇവിടെ വെക്കും. എന്നിട്ട് പതുക്കെ പതുക്കെ ഇവിടെ വന്നിരിക്കും. എന്നിട്ട് അവർ ലൈറ്റ് ഓഫ് ആക്കി കിടക്കും. എന്റെ കുഞ്ഞി. ശരി ശരി, ഇതൊക്കെ നോക്കി നിൽക്കാതെ പെട്ടെന്ന് റെഡിയാക്കി. ആ അനന്ത ദേശി